Okay, now we are going to discuss about card reader. Card reader. Card reader. Maybe you have heard this term. Card reader എന്ന് കേട്ട് കാണും അല്ലേ നിങ്ങള്? Okay. Card reader. Memory card, ATM card എന്നൊക്കെ പറയില്ലേ? Card reader. CARD reader. Card reader. So a card. Yeah, very good. Okay, card reader can read the data stored in a card and pass it to another device. For what we are using card reader? To read the data stored in a card. So we are using PAN card, ATM card, Aadhaar card, everything, right? Actually, ഇതിലെല്ലാം നമ്മുടെ ഡാറ്റ ഉണ്ട്. നമ്മളെ കുറിച്ചുള്ള നമ്മുടെ പേര്, ഏജ്, നമ്മുടെ ഫിംഗർ പ്രിന്റ്സ്, ആധാറിലെല്ലാം നമ്മുടെ ഫിംഗർ പ്രിന്റ്സ് അങ്ങനെ കാര്യങ്ങളെല്ലാം സ്റ്റോർഡ് ആണല്ലേ. നമ്മുടെ അഡ്രസ്, നെയിം ഓഫ് അവർ പാരന്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, എവറിത്തിങ് ഈസ് സ്റ്റോർഡ് ഇൻ ദാറ്റ്. ഇങ്ങനെ ഒരുപാട് കാർഡ്സിൽ നമ്മളെ കുറിച്ചുള്ള കുറെ ഇൻഫർമേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ വി ആർ യൂസിങ് ATM കാർഡ്സ്, ഡെബിറ്റ് കാർഡ്സ്, ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലേ. In those cards, our name, date of birth, our account number, details of our bank, everything is stored in that. ATM card like. അപ്പം അതിലെ ഡാറ്റ സ്റ്റോർ ചെയ്തത് നമുക്ക് ക്യാൻ വി സീ ദാറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ആധാർ കാർഡ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമ്മുടെ ഒരു ഫോട്ടോ കാണാം, അല്ലാണ്ട് നമ്മളെ കുറിച്ച് ഒരുപാട് ഡാറ്റ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ATM കാർഡ് ഒക്കെ എടുത്ത് നോക്കിയാൽ അതിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും കാണില്ലല്ലോ. ബട്ട് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദാറ്റ്. ആ കാർഡിൽ ഉണ്ട്, ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡിഫറെന്റ് മെത്തേഡ്സിൽ. അപ്പോൾ അത് റീഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ടു റീഡ് ദാറ്റ് ഡാറ്റ we are using that card reader. അതിനു വേണ്ടിയിട്ടാണ് ഈ കാർഡ് റീഡർ ഉപയോഗിക്കുന്നത്. ക്ലിയർ? കാർഡ് റീഡർ will can read the data stored in that card and pass it to another device. എന്താ ആ ഡാറ്റ റീഡ് ചെയ്യാനും പറ്റും, മറ്റൊരു ഡിവൈസിലേക്ക് വേണമെങ്കിൽ ആ ഡാറ്റ പാസ് ചെയ്യാനും പറ്റും. For this card reader. Clear? Yeah. The information is stored in the form of barcode, magnetic strip, or a computer chip. You know, a card, an ATM card. I'll show you mine. Okay. This is my ATM card. See? Something here. It's a chip. It's a computer chip. ഇതിലാണ് എന്റെ ഡീറ്റെയിൽസും അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഒരു കുഞ്ഞു ചിപ്പിൽ ഈ ഒരു യെല്ലോ കളറിൽ കാണുന്നില്ലേ, ഒരു കോപ്പർ കളറിൽ കാണുന്നില്ലേ? that is a computer chip. ഇതിലാണ് മിസ്സിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും പാസ്വേഡും പിന്നും ഒക്കെ ഉള്ളത്. പിൻ നമ്പറും ഒക്കെ വെരിഫൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഇതിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത് വി കാൻ സേ. Yeah. My name is Srikuti. You don't know my name? Okay. See? See, there's a black line in my card. അതൊരു മാഗ്നറ്റിക് സ്ട്രിപ്പ് ആണ് കേട്ടോ. അതിലൊക്കെയാണ് നമ്മുടെ ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ വി കാൺ റീഡ് ദാറ്റ് ഡാറ്റ. ഈ കാർഡ് കാണുമ്പോൾ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടോ? എൻ്റെ പേര് ഇതിനകത്തുണ്ട്, ബട്ട് വി ഡോണ്ട് ഗെറ്റ് എനി ഇൻഫർമേഷൻ അബൌട്ട് മൈ ബാങ്ക് അക്കൗണ്ട്, അക്കൗണ്ട് നമ്പർ, എനിത്തിങ് ഒന്നും കിട്ടില്ല അല്ലേ. അപ്പോൾ ടു ഗെറ്റ് ദാറ്റ് ഡാറ്റ, അങ്ങനത്തെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലെ നമ്മളെ കുറിച്ചുള്ള ഡാറ്റാസ് ഉണ്ടാവില്ലേ, അത് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. ടു റീഡ് ദാറ്റ് വി ആർ യൂസിങ് വാട്ട്? What will you use to read? Card reader. Okay, very good. So card reader. Okay, very good. The information is stored in the form of barcode, magnetic strip, or a computer chip. ഏതിലൊക്കെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? ഈ കാർഡിന്റെ എല്ലാ പാർട്ടിലും സ്റ്റോർ ചെയ്യില്ല കേട്ടോ. ഇപ്പൊ കുറെ പാർട്സ് ഇല്ലേ, ഇവിടെ മൊത്തം ഈ ഫുൾ കാർഡിൽ നമ്മുടെ ഇൻഫർമേഷൻ ഉണ്ടാവില്ല. ആ ചിപ്പിലും ആ മാഗ്നറ്റിക് സ്ട്രിപ്പിലും മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ്. ക്ലിയർ ആയോ? അത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന എവിടെ മാത്രമേ ഉള്ളൂ?
ചിലപ്പോൾ ബാർകോഡ്സ് ആയിരിക്കാം, മേ ബി ചിലപ്പോൾ മാഗ്നറ്റിക് സ്ട്രിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ചിപ്പ് ആയിരിക്കാം. ആ യെല്ലോ തിങ് മിസ് കാണിച്ചു തന്നില്ലേ, അതിൽ മാത്രമാണ്, അതിലൊക്കെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അല്ലാതെ ഫുൾ പാർട്ടിലും ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, ക്ലിയർ? Yes. We are going to discuss about different types of card readers. Different types of card readers നമുക്ക് കാണാം. First one is memory card reader. You know what is a memory card? You know that. You know that. Maybe you know that. No. You are using it in your smartphone. Oh my God. Memory card താഴെയുണ്ട്. മിസ് രാവിലെ ഒരു ക്ലാസ്സിൽ കാണിച്ചായിരുന്നു. It's okay. I'll show you that in the next class. Memory card വളരെ ടൈനി ആയിട്ടുള്ള ചെറിയ കാർഡ്സ് ആണ്. അത് നമ്മൾ എന്താ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കും, ഡിജിറ്റൽ ക്യാമറാസിലേക്ക് ഉപയോഗിക്കും. എന്തിനാണ്? What we are using it in phones? Store information, store our data, or store information. Yeah, or store information. Very good. So in our phone, നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഒരു ഇന്റേണൽ സ്റ്റോറേജ് ഉണ്ട് അല്ലേ? നമ്മുടെ ഫോണിൽ എല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഒരു മെമ്മറി ഉണ്ട്, ഇന്റേണൽ സ്റ്റോറേജ് എന്ന് പറയും. സംടൈംസ് നിങ്ങളുടെ ഫോണിൽ കണ്ടിട്ടുണ്ടാവും മെമ്മറീസ് റണ്ണിങ് ഔട്ട് ഓഫ് സ്പേസ് എന്നൊക്കെ പറഞ്ഞിട്ട് വാർണിംഗ് കാണും അല്ലേ? മെമ്മറിയിൽ സ്റ്റോറേജ് കുറവാണല്ലോ, എന്താ പറയാ, സ്പേസ് കുറവാണെന്ന് പറഞ്ഞിട്ടൊക്കെ വാർണിംഗ് മെസ്സേജ് വരും. നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ഒരുപാട് ഹോംവർക്സും വീഡിയോസ് എല്ലാം ക്ലാസ്സിൽ വരുമായിരുന്നില്ലേ? അതെല്ലാം കൊണ്ട് ചിലപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ ഫോൺ ഹാങ് ആവുകയും മെമ്മറി ഇല്ലാതെ വരികയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ലാസ്റ്റ് ഇയറും ഈ ഇയറൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ യൂസ് മെമ്മറി കാർഡ്സ്. മെമ്മറി കാർഡ്സ് എന്താ? ചെറിയ കാർഡ്സ് ആണ്. അത് നമ്മൾ ഫോണിൽ സിം ഇൻസേർട്ട് ചെയ്യുന്ന പോലെ, എന്താ പറയാ, സിം ഇൻസേർട്ട് ചെയ്യുന്ന പോലെ ഇൻസേർട്ട് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്കതിൽ വി ക്യാൻ സ്റ്റോർ ഓഡിയോസ്, വീഡിയോസ്, എവറിത്തിങ് ടു ദാറ്റ്. ഫോണിലെ മെമ്മറിയിലല്ലാതെ ഈ മെമ്മറി കാർഡിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ക്ലിയർ? So memory card is used to pass information stored in a memory card. So memory card എന്താ? അതിൽ ഡാറ്റ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ മെമ്മറി കാർഡ് നമുക്ക് ഏത് ഫോണിൽ ഉപയോഗിച്ചിട്ടാലും അതിലുള്ള ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, സെയിം വേ ഡിജിറ്റൽ ക്യാമറാസിൽ മെമ്മറി കാർഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഫിലിംസ് ആയിരുന്നല്ലേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. നൗ വി ആർ നോട്ട് യൂസിങ് ഫിലിംസ്. നെഗറ്റീവ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ പണ്ട്? എന്തോ? What happened? Can you hear me? Can you hear me? Yes, you can. Okay. എനിക്ക് തോന്നുന്നു മോളുടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന്. അതെയോ? മേ ബി ഇറ്റ്സ് യുവർ നെറ്റ്വർക്ക് ഇഷ്യൂ. ഓക്കെ, ലിസൺ ടു മീ. Who's that? Can't you hear me? How many of you can hear me? Okay, almost everyone can hear me. Okay, what is that? Okay, that's a pen drive, memory card, and Ifra showing the pen drive, memory cards. Okay, thank you, Ifra. Okay, listen to me. So, in digital cameras also we are using this memory cards. കുറച്ചുകൂടെ വലുതായിരിക്കും, ഫോണിൽ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ വലുതായിരിക്കും അത്. അതിലാണ് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? Nowadays മിസ് ചെറുതായിരുന്നപ്പോൾ, മിസ് നിങ്ങളുടെ പ്രായം ഉണ്ടായിരുന്നപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ ഫിലിംസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. ബട്ട് വി ആർ യൂസിങ് മെമ്മറി കാർഡ്സ് നൗ. സോ ഇപ്പോ നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ ഉണ്ടല്ലോ ഒരു പോർട്ട് ഉണ്ട്, നമ്മുടെ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തിട്ട് ആ കാർഡിലെ കാര്യങ്ങളെല്ലാം റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. Nowadays almost every laptops comes with embedded memory card reader. മെമ്മറി കാർഡ് റീഡർ എന്ന് പറഞ്ഞാൽ മെമ്മറി കാർഡ് ആ സ്ലോട്ടിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി, നമുക്കത് റീഡ് ചെയ്യാൻ പറ്റും. ഇല്ല എങ്കിൽ പണ്ടൊരു കാർഡ് റീഡർ എന്ന് പറഞ്ഞ ഡിവൈസ് തന്നെ വേണമായിരുന്നു. ക്ലിയർ?
memory card reader is used to read the information stored in this memory card. Memory card informations read ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ memory card reader ഉപയോഗിക്കുന്നത്. Okay. Now magnetic card reader. Magnetic card reader. So I told you about magnetic strips. ഇപ്പോഴത്തെ ATM കാർഡ്സ് എല്ലാം ചിപ്പ് വെച്ചിട്ടുള്ളതാണ്. മുമ്പുള്ളതെല്ലാം മാഗ്നറ്റിക് സ്ട്രിപ്സിലായിരുന്നു നമ്മുടെ ഇൻഫർമേഷൻ ഒക്കെ സ്റ്റോർ ചെയ്തിരുന്നത്. മാഗ്നറ്റിക് കാർഡ് റീഡർ ഈസ് യൂസ്. എനിക്ക് തോന്നുന്നു മോളെ നിന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. കാരണം ഇവിടെ കുറെ പേർക്ക് എന്നെ കേൾക്കാമെന്ന് പറയുന്നു അല്ലേ? കാൻഡ് യു ഹിയർ മീ? Yes. Okay, almost everyone can hear me. I think it's your network issue. Okay, thank you. It's a maximum sound edutittu parayunnathu enna. Okay. So magnetic card reader is used to read information stored in the magnetic strip cards. Usually debit cards and ATM cards are magnetic strips. Let me see my card. Where is it? Yes, it's here. Here, this black line, it's a magnetic strip. Our details are stored in this magnetic strip. A magnetic strip is our information and details stored in. Okay, and we can't read that. To read the information stored in those magnetic strip, we are using magnetic card reader. Magnetic strip store ചെയ്തിട്ടുള്ള information read ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? Magnetic card reader. We are using magnetic card reader. Very good. We are using magnetic card reader to read information stored in magnetic strip. Yeah, very good. So in a debit card and credit card are examples for that. Okay, magnetic strip contains information such as card holder's name, account number, and so on. This magnetic strip is endullathu missinde perum missinde account details ബാക്കി ഡീറ്റെയിൽസ് എന്താ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ മാഗ്നറ്റിക് സ്ട്രിപ്പിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ATM മെഷീനിൽ മാത്രം നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. അല്ലെ വേറെ എവിടെയും അല്ലെങ്കിൽ പിന്നെ വേറെയും ചില മെഷീൻസ് ഉണ്ട്. വി ആർ ഗോയിങ് ടു സീ ദാറ്റ്. നമ്മളത് കാണാം ഇപ്പം. ഓക്കെ, മെമ്മറി കാർഡ് റീഡറും magnetic strip card reader. I'll show you that in the it's there in your textbook. What's that noise? Okay, see, there is a picture, there's a figure. The first one is the memory card reader. Second one is the magnetic strip reader. ഇപ്പൊ നിങ്ങൾ ഫീ അടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഷോപ്പിലൊക്കെ പർച്ചേസ് ചെയ്ത് കഴിയുമ്പം ബിൽ പേ ചെയ്യുന്ന ക്രെഡിറ്റ് കാർഡ് ആയിട്ടാണെങ്കിൽ നമ്മൾ സ്വൈപ്പ് ചെയ്തിട്ടൊക്കെയല്ലേ ചെയ്യുന്നത് അല്ലേ? സ്വൈപ്പിംഗ് മെഷീൻസ് ആർ ദേർ. ഈ സ്വൈപ്പിംഗ് മെഷീൻസ് അല്ലെ, ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഒക്കെ കൊണ്ടുപോയി ഷോപ്പിങ്ങിന് പോകുമ്പോൾ there will be swiping machines അല്ലേ, to read the informations in the magnetic strip. അതാണ് എന്താണ് magnetic card readers ആണ് അല്ലേ ഇതെല്ലാം. Clear? Okay. Yes. And yeah, the third kind is smart card reader. Okay. Smart card reader. For what we are using this smart card reader is used. It's an electronic device that reads smart cards. Smart cards read in an electronic device. അതെന്താണ്, ഒരു മാഗ്നറ്റിക് കാർഡ് ഇല്ലേ നമ്മുടെ ATM ഡെബിറ്റ് കാർഡ്, അതുപോലെ തന്നെയാണ് ആ മാഗ്നറ്റിക് സ്ട്രിപ്പിന് പകരം എന്താണ് അവിടെ ഉണ്ടാവുക? There would be some chips അല്ലേ? Yeah, I showed you a chip. Some chips like this. ഇതൊരു ചിപ്പാണ്. That is not magnetic strip, it's a chip. Clear?
This is a chip. Yes. Yeah, our informations or details Yes. are stored in that chip. Okay. So, appo aa magnetic chip ulla cards read cheyyana nammal endu upayogikunathu? We are using Smart card reader. Okay. Okay. So smart cards which have chip on it. Okay. So what smart cards il endha ullathu? In smart cards, it has chips, alle? Tiny chips. Tiny chip. Yeah. They instead of magnetic strip na parne. Magnetic strip in pagaram it contains tiny chips. It contains tiny chips in smart cards. So to read the information stored in smart card, we are using what? Smart card reader. So memory card reader is to read the memory card, to read the information stored in the memory card, and magnetic card reader is used to store the information stored in a magnetic strip. Example, debit and credit card. And third type is smart card reader, which is used to store, it is used to read the information stored in a smart card which contains tiny chips. Tiny chips ulla smart cards in the information store in read in we are using smart card reader. Clear? Clear? Yes. Yeah. Yes. And yeah, and the next one is biometric device. Biometric. Biometric. Have you heard this there? നിങ്ങളത് കേട്ടിട്ടുണ്ടോ? Biometric. Biometric devices. No? Okay. But you know that. നിങ്ങളത് നിങ്ങൾക്ക് അത് അറിയാവുന്ന ഒരു കാര്യമാണ്. See, you know, now we have smartphones. We are using smartphones, right? പണ്ട് സ്മാർട്ട് ഫോൺസ് ഒക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന കീപാഡ് ഫോണൊക്കെ നമ്മളൊരു മെനു ബട്ടണും സ്റ്റാർ ബട്ടണും ക്ലിക്ക് ചെയ്ത് പ്രസ് ചെയ്താൽ ഓപ്പൺ ആവും. പിന്നെ വന്നിരിക്കുന്ന ഫോൺസിൽ വി ഹാവ് പാറ്റേൺസ്, പിൻ, പാസ്വേർഡ്സ് ഒക്കെ അല്ലേ? പക്ഷേ നൗ വി ക്യാൻ അൺലോക്ക് അവർ ഫോൺ യൂസിങ് അവർ ഫിംഗർ പ്രിന്റ്സ്, ഫേസ് റെക്കഗ്നിഷൻ ആണ്, റൈറ്റ്? ഇപ്പൊ നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പിൻകോഡും പാസ്വേഡും പാറ്റേൺ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ക്യാൻ അൺലോക്ക് അവർ ഫോൺ വിത്ത് അവർ ഫിംഗർ പ്രിന്റ്സ് ഓർ ഫേസ് റെക്കഗ്നിഷൻ, റൈറ്റ്? ഫേഷ്യൽ റെക്കഗ്നിഷൻ ഒക്കെ കൊണ്ടോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടോ. സി ദിസ് ഇസ് മൈ ഫോൺ, ഇറ്റ് ഈസ് ഓഫ് നൗ. ഞാൻ എൻ്റെ ഫിംഗർ പ്രിന്റ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺ നൗ, അല്ലേ? ഇങ്ങനെയല്ലേ നിങ്ങളുടെ വീട്ടിലിപ്പോ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഫോണൊക്കെ അവർ ഇങ്ങനെ ആയിരിക്കും അൺലോക്ക് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ they will keep their phone like this and it will identify their face, then it will unlock. അല്ലെങ്കിൽ എങ്ങനെയാ, ഞാനിപ്പോ എന്റെ ഫോണിൽ ഫിംഗർ പ്രിന്റ് റെക്കഗ്നിഷനേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഫേസ് റെക്കഗ്നൈസ് ചെയ്തിട്ടും ഫോൺസ് അൺലോക്ക് ആവും, അല്ലേ? കണ്ടിട്ടില്ലേ? യാ, ഇപ്പം എല്ലാ സ്മാർട്ട് ഫോണിലും ഈ ഫീച്ചേഴ്സ് ഉണ്ട്. സോ വി ആർ, അതാണ് ബയോമെട്രിക് റെക്കഗ്നിഷൻ. അപ്പൊ നമ്മുടെ ബോഡിയിൽ ഇപ്പോ നമ്മുടെ റെറ്റിന, നമ്മുടെ ഫിംഗർ പ്രിന്റ്സ്, നമ്മുടെ ഫേസ്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഓരോ ഡിവൈസസ് അൺലോക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടല്ലേ? അതെല്ലാം ഈ ബയോമെട്രിക് ഡിവൈസസിന്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. സോ biometric device is a security identification device. It is used to authenticate the identity of a person based on some unique characteristics. Okay, biometric devices എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? For what we are using fingerprints and facial recognition. നമ്മുടെ fingerprints നമ്മുടെ ഫേസും ഉണ്ടെങ്കിൽ മാത്രമല്ലേ അത് അൺലോക്ക് ആവുള്ളൂ. വേറൊരാളുടെ കയ്യിൽ കൊടുത്തിട്ട് if they are using their fingerprints or their face to recognize, it will not unlock, അല്ലേ? Unlock our phone? ഇല്ല. It require our fingerprints to unlock it. Okay. അപ്പം നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ മാത്രം ഓൺ ആയാൽ മതി, വേറൊരാളുടെ കയ്യിലിരിക്കുമ്പോൾ ഓൺ ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ എത്രയോ ഫയൽസ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടത് മറ്റുള്ളവർക്ക് കിട്ടണോ? വേണ്ട, അല്ലേ? നമ്മുടെ ഫോണിൽ ഇപ്പൊ തന്നെ ബാങ്ക് ട്രാൻസാക്ഷന്റെ, ബാങ്കിന്റെ ഗൂഗിൾ പേ ഉണ്ടാവും, ചിലപ്പോൾ ബാങ്കിന്റെ ആപ്പ് ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഫോൺ മറ്റൊരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഫിംഗർ പ്രിന്റ് വെച്ച് അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ ഇൻഫർമേഷൻ ഒക്കെ അവർക്ക് കിട്ടും, അല്ലേ? They can use the money in our bank. നമ്മുടെ
അക്കൗണ്ടിലെ കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. അവർക്ക് വേണമെങ്കിൽ നമ്മുടെ ക്യാഷിലൊക്കെ നമ്മുടെ അക്കൗണ്ടിലെ ക്യാഷ് ഒക്കെ എടുത്തോണ്ട് പോവാം അല്ലേ. അപ്പൊ നമ്മുടെ കാര്യം സെക്യൂർ ചെയ്തിട്ട് ഒതന്റിക്കേറ്റ് ചെയ്ത് എന്താ പറയാ, നമ്മളൊരു കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യുന്നതിനും നമ്മൾ മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ഇത്തരത്തിൽ നമ്മുടെ ഫിംഗർ പ്രിന്റ്സും നമ്മുടെ ഫേഷ്യൽ റെക്കഗ്നീഷനും മാത്രം കൊടുക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ മാത്രം ആ ഡിവൈസ് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ എനിക്ക് പകരം അൻസൺ പോയി കഴിഞ്ഞാൽ അൻസണിനെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഐ മീൻ എന്റെ ഫിംഗർ പ്രിന്റിന് പകരം അൻസന്റെ ഫിംഗർ പ്രിന്റ് വെച്ച് കഴിഞ്ഞാൽ അത് അൺലോക്ക് ആവാൻ പാടില്ല. അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അത് ഒരു ഇൻഡിവിജ്വലിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബയോമെട്രിക് ഡിവൈസസ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഒതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വെച്ചാല് നമ്മൾ മാത്രം ഉപയോഗിച്ചാൽ മതി, നമ്മളല്ലാതെ വേറൊരാൾക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഭയങ്കര ഒരു സെക്യൂരിറ്റി വേണ്ട സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ബയോമെട്രിക് ഡിവൈസസ് ഉപയോഗിക്കുക. ക്ലിയർ? സോ അതിനു വേണ്ടി എന്തൊക്കെയാ നമ്മൾ ഉപയോഗിക്കുന്നത്? വി നോ നമ്മുടെ ഫിംഗർ പ്രിന്റ്സും വേറൊരാളുടെ ഫിംഗർ പ്രിന്റ്സും വിൽ ബി ഡിഫറെന്റ്. യു നോ there are some patterns in your fingers, no? The fingerprints ൽ കുറേ പാറ്റേൺസ് ഉണ്ട്, കുറേ ലൈൻസും കാര്യങ്ങളും ഉണ്ടല്ലോ. എന്റേത് പോലെ ആയിരിക്കില്ല നിങ്ങളുടേത്, ഓരോരുത്തരുടെയും യുണീക്ക് ആണ്. ദാറ്റ് പാറ്റേൺസ് ഇറ്റ് ഈസ് ഡിഫറെന്റ്. എല്ലാവർക്കും ഉണ്ട് ഇങ്ങനെ. കണ്ടോ നമ്മുടെ ഫിംഗറിന്റെ ഇവിടെയും ഇവിടെ എല്ലാം ഓരോരോ സർക്കിളും എല്ലാം പോലെ എന്തൊക്കെയോ ഉണ്ടല്ലേ, പാറ്റേൺസ് ഉണ്ടല്ലേ. അത് യുണീക്ക് ആണ്, നമുക്ക് എല്ലാവർക്കും ഡിഫറെന്റ് ആണ്. എന്റെ പോലെ ആയിരിക്കത്തില്ല അൻഷിക്ക്, അൻഷിയുടെ പോലെ ആയിരിക്കില്ല അനഘയ്ക്ക്, അനഘയുടെ പോലെ ആയിരിക്കില്ല ഇറക്കിന്. എവറി വൺ ഹാവ് എ ഡിഫറെന്റ് പാറ്റേൺ. അപ്പൊ ഈ പാറ്റേൺ ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ്. അതുപോലെ നമുക്കെല്ലാം സെയിം ഫേസ് ആണോ? നമ്മുടെ ഫേസിനും ഡിഫറൻസ് ഉണ്ട് അല്ലേ. നമ്മുടെ ഫേസിന്റെ ഷേപ്പ്, സൈസ്, കളർ എല്ലാം ഡിഫറെന്റ് ആണ് അല്ലേ. അപ്പോൾ എവറി വൺ ഈസ് യൂണിക്. സെയിം വേ ടൈഗർ ഇല്ലേ, ടൈഗറിന്റെ പുറത്ത് കുറെ സ്ട്രൈപ്സ് ഇല്ലേ, കുറെ വരകളില്ലേ, അതും ഡിഫറെന്റ് ആണ്. നമ്മുടെ ഫിംഗർ പ്രിന്റ് പറഞ്ഞ പോലെയാണ് അതും. അത് മിസ് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ആ ഒരു ടോപ്പിക്ക് വന്നപ്പോ. ഓക്കെ, സോ ഇത് യുണീക്ക് ആയതുകൊണ്ട് വി ക്യാൻ യൂസ് ഇറ്റ് ടു ഐഡന്റിഫൈ അസ്. ഓക്കെ, എന്റെ ഫിംഗർ പ്രിന്റ് കൊടുത്താൽ പിന്നെ എന്നെ മാത്രമേ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. മീൻസ് ഈ ഫിംഗർ പ്രിന്റ് എനിക്ക് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഈ ഫിംഗർ പ്രിന്റ് ഞാൻ അവിടെ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിംഗർ പ്രിന്റ് ചെന്നാൽ മാത്രമേ ഇത് അൺലോക്ക് ആവുള്ളൂ അല്ലേ. നിങ്ങൾ വേറെ ആരും പോയിട്ടും കാര്യമില്ല, ഞാൻ തന്നെ ചെല്ലണം. അപ്പൊ എന്റെ കാര്യം സെക്യൂർ ചെയ്ത് വെക്കാൻ പറ്റും. ഒരു കോൺഫിഡൻഷ്യാലിറ്റി വന്നു അവിടെ, അല്ലെങ്കിൽ നമ്മളിത് ഒതന്റിഫൈ ചെയ്തു അല്ലെ, ഒതന്റിക്കേറ്റ് ചെയ്തു. നിങ്ങൾക്ക് മാത്രമേ അത് ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ അൺലോക്ക് ചെയ്യാനോ ഒക്കെ പറ്റുള്ളൂ. ഓക്കെ, ക്ലിയർ? ഓക്കെ, we have different voice. വോയിസ് റെക്കഗ്നീഷൻ ചിലപ്പോൾ മിമിക്രിയുടെ കാര്യമൊക്കെ വന്നിട്ട് ഡിഫറെന്റ് ആവാം. സോ നോർമലി നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സൗണ്ട് വോയിസ് എല്ലാം ഡിഫറെന്റ് ആണ്. Our fingerprint pattern is different, our facial images are different, and our voice is different. എന്റെ നിങ്ങളുടെയൊക്കെ സൗണ്ട് ഒരേപോലെയാണോ? നോ. ഓക്കെ, അതിന് ചെറിയ ഫ്രീക്വൻസിയുടെ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, സോ നമ്മൾ ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ബയോമെട്രിക് ഡിവൈസസ് ഒക്കെ ഉപയോഗിക്കാം. ഇപ്പോൾ സ്മാർട്ട് ഫോൺസും ലാപ്ടോപ്പ് എല്ലാം ഇപ്പോൾ ഇൻബിൽറ്റ് ബയോമെട്രിക് ഐഡന്റിഫിക്കേഷൻ ഫീച്ചേഴ്സ് ആയിട്ടാണ് വരുന്നത് അല്ലേ. Laptop and phones, I told you before, to unlock the phones we can use our fingerprints, we can use our face, we can use our voice to unlock the phones and laptop we are using now. Clear? നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ ഫോൺ ലാപ്ടോപ്പൊക്കെ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് we can use our fingerprints, we can use our facial image, we can use our voice. Clear? ഓക്കെ, അപ്പോ നമ്മുടേതാണെന്ന് കമ്പ്യൂട്ടർ വെരിഫൈ ചെയ്യും, ആ ബയോമെട്രിക് ഡിവൈസ് വെരിഫൈ ചെയ്യും. ആ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രമേ അൺലോക്ക് ആവുള്ളൂ അല്ലെ. നമ്മുടെ പാറ്റേണും അതിൽ സ്റ്റോർ ചെയ്ത പാറ്റേണും തമ്മിലൊരു വെരിഫിക്കേഷൻ നടക്കും. ദെൻ ഓൺലി ആ വെരിഫിക്കേഷനിൽ മാച്ച് ആയാൽ മാത്രമേ അത് അൺലോക്ക് ചെയ്യത്തുള്ളൂ അല്ലെ. സോ അൺഓതറൈസ്ഡ് പേഴ്സണ് നമ്മുടെ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അൺഓതറൈസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിംഗർ പ്രിന്റ് അല്ലാതെ വേറൊരാള് അവരുടെ ഫിംഗർ പ്രിന്റ് കൊണ്ട് ചെന്നാൽ നമ്മുടെ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഫ്രോഡ് മീൻസ് ഇപ്പൊ ബാങ്കിൽ നിന്നൊക്കെ പൈസ തട്ടിക്കുന്നു എന്നൊക്കെ പറയില്ലേ,
അതുപോലത്തെ കുറെ പ്രശ്നങ്ങള് ഇങ്ങനെ ബയോമെട്രിക് ഡിവൈസസ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒഴിവായി കിട്ടും. നമ്മുടെ ഒപ്പ് വേണമെങ്കിൽ കള്ള ഒപ്പൊക്കെ ഇടാം അല്ലേ? നമ്മുടെ ഒപ്പൊക്കെ മീൻസ് വലിയവരുടെ ഒപ്പൊക്കെ ചിലപ്പോൾ അതുപോലെ ഇടുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഫിംഗർ പ്രിന്റ് ഒന്നും അതുപോലെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ഒതന്റിക്കേഷൻ കിട്ടും ബയോമെട്രിക് ഡിവൈസസ് യൂസ് ചെയ്യുമ്പോൾ. ഇസ് ഇറ്റ് ക്ലിയർ? Yes. Okay, we have only 1 minute left. Please do that activity. Let's review. Do it as a homework in page number 12. Let's review. Class will end soon. All of you listen to me. Please do the activity. Let's review as a homework.